ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ വെനീസിന് വന്നതിന്റെ ഡേ 2 ആണ്. അപ്പൊ നമ്മൾ ഇന്നാണ് ശരിക്കും എല്ലായിടത്തും കറങ്ങാനൊക്കെ പോകുന്നത്. ഇന്നലെ നമ്മൾ വന്നപ്പോൾ നൈറ്റായി. അപ്പൊ നമ്മൾ അതിന് കറങ്ങാനൊക്കെ പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ ഫുള്ള് റെഡി ആയി. ഞാൻ ഇന്ന് സ്കേർട്ടാണ് കഴിച്ചിട്ടിരിക്കുന്നത്. ചേച്ചി ജീൻസും ഒരു ക്രോപ്പ് ടോപ്പും, ഞാനും ക്രോപ്പ് ടോപ്പും ജീൻസിന്റെ കോട്ടും പാവാട ഇട്ടിരിക്കും. ഞാൻ എവിടെയെങ്കിലും ചിലപ്പോൾ ഊരുമ്പോ കാണിച്ചു തരാവേ. അപ്പൊ നമുക്ക് പെടയിൽ ഇറങ്ങാം. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വെക്കേറ്റ് ചെയ്തിട്ടില്ല, അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വന്നിട്ടാണ് ബാഗ് എടുത്തോണ്ട് പോകുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ആദ്യം ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ പോട്ടെ, ആയിരിക്കണം. പിന്നെ ചേച്ചി ഇവിടെ ഉണ്ട്. മടാടി വെള്ളം നല്ല പച്ച കളറുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഡാഡിയും ചേച്ചിയും പുറത്തുണ്ട്, പക്ഷെ അവിടെ തിരക്ക് കൂടുതലായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അവിടുത്തെ തിരക്ക് കുറയുമ്പോൾ ഞാൻ പുറകിട്ട് വ്യൂ കാണിച്ചു തരാം. അപ്പൊ ഇപ്പൊ ഞാൻ അകത്താണ്. ഞാൻ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാമേ. വെള്ളം കൂടി നിൽക്കുവാണ് ഗൈസ്. നമ്മൾ ഇന്നലെ രാത്രിയിൽ ജസ്റ്റ് ഫുഡ് കഴിക്കാനൊന്ന് പോയായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിൻ കയറി ജസ്റ്റ് ബോട്ട് കയറി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് ബാഗ് എടുത്തിട്ട് നമ്മൾ പിന്നെയാണ് മൊത്തത്തിൽ പിന്നെ ഞാനിപ്പോൾ വിടാണ്ട് ഗൈസ്. ഇത് ഗ്ലാസ് ബ്രിഡ്ജാണ്. നമുക്കപ്പോൾ ഇവിടെ കയറുന്നുണ്ടേ നമ്മളെ ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ഇറങ്ങുവാണ്. ഇന്നലെ നമ്മളിവിടെയാണ് KFC ഒന്ന് കഴിച്ചത്. നമ്മൾ ഇന്നലെ വൈകിട്ട് KFC ആണ് കഴിച്ചത്. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ. അപ്പൊ നമുക്ക് പോവാം. ചേച്ചി നോക്കിക്കേ, ചേച്ചി നല്ല വ്യൂ ഉണ്ട്. എന്നെ പിടിച്ചോണേ. അപ്പം നമുക്ക് ഇറങ്ങിയിട്ട് കാണാവേ. ഫ്രണ്ട്സ്, നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി എങ്ങോട്ടോ നടക്കുവാണ് ഗൈസ്. നമുക്ക് അപ്പം ഒന്ന് എനിക്ക് തോന്നുന്നു നല്ല രസമുള്ളൂ ഗൈസ്. നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നടക്കുവാണ്. ഓയ്യോ, ഭയങ്കര രസമുണ്ട് ഗൈസ്. കാണാൻ പോകും ഗൈസ്, ഒന്നും പറയാൻ പറ്റത്തില്ല. ഗ്ലാസ് ബ്രിഡ്ജ്. ഇതുവരെ എന്തൊക്കെയോ സ്റ്റെപ്പുകൾ കുറെ ഉണ്ട്. ഇതൊരു കൂടാരം പോലെ ഒരു സാധനം. ഗൈസ്, എന്നെ ഒന്ന് കാണിക്കാം. ജാക്കറ്റ് ഊരിയിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോ കാണിക്കാവേ. ഇപ്പൊ ഭയങ്കര തണുപ്പാണ്. നമുക്ക് കുറച്ച് വെയിൽ തെളിയുമ്പോഴത്തേനും കാണിക്കാം. ഗൈസ്, കൊക്കക്കോള ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നു. അത് പോലീസായിട്ട് ഇത് വേണം ഗൈസ്. ഗ്ലാസ് ബ്രിഡ്ജ് കയറുമ്പോ അയ്യോ ഇറക്കരുത്. അയ്യോ കണ്ണുണ്ട് പിന്നെ പച്ച കറല് തന്നെ. ആ ഗൈസ്, നമ്മൾ ബോട്ട് കയറുന്നതിന് മുമ്പ് ഗൈസ് എന്റെ പഴയ ഫോണ് താഴെ വീണ് പൊട്ടിപ്പോയി ഗൈസ്. ചേച്ചിയുടെ ഫോൺ ഇപ്പൊ ബോട്ട് കയറുന്നതിന് മുമ്പ് പോയ ഒരു കുഴപ്പമില്ല. സ്ക്രീൻ ഗാർഡ് പോലും കുഴപ്പമില്ല. അന്നത്തെ ഒരു പ്രശ്നമില്ല ഗൈസ്. ആ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചാലും പൊട്ടൂല ഗൈസ്. നോക്കിയാ രണ്ടാമതായിരുന്നു വീടിന്റെ കൊണ്ടുവന്നാണ്. ഇത് ഇൻസാമാനൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഫ്ലാറ്റ് വേസ് കുഴപ്പമില്ല, ക്ലാരിറ്റി കുറച്ച് കുറവാണ്. ബാക്കിയെല്ലാം ഓക്കെയാണ്. പിന്നെ ഇടയ്ക്ക് സ്റ്റക്കുണ്ട്. സ്റ്റക്ക്
അതെ, എല്ലാ ഫോണിലും വരുന്നതാണ്. പക്ഷെ ഈ നോക്കിയയില് കുറച്ച് അഗതമുണ്ട് സ്റ്റക്ക്. ഇത് ഏകദേശം 10-12 വർഷമായ ഫോണാണ്. 10-12 5 വർഷം. ഗൈസ് ഒരു ക്യാമറ നോക്കിട്ട് പോവാ. അയ്യാ നമുക്ക് കിടക്കാം. അതാണ് ഗൈസ് ഗ്ലാസ് ബ്രിഡ്ജ് എത്തി. നമുക്ക് കിടക്കാം. ഇവിടെ കൂടുതൽ ചെറിയ സ്റ്റോറുകളാട്ടോ ഉള്ളത്. അപ്പം നമ്മൾ കയറാൻ പോകുന്നു. സോറി ഗൈസ്, ഞാൻ മുമ്പേ പറഞ്ഞ തെറ്റിപ്പോയി. കുറച്ചൊന്ന് ആ ഫോൺ ഏകദേശം 5 വർഷത്തോളെ പഴക്കമുള്ളൂ. പക്ഷേ 20 മേടിച്ചാണ്. ഏത് മാസം, ഏത് വർഷം, ഏത് ദിവസം കേറാം. ഗൈസ് ഇന്ന് അമ്മയുടെ ഒരു വെടിയാനസിലാണ് ഗൈസ്. അത് പറയാൻ മറന്നുപോയല്ലോ. ഷോ ഗൈസ്, ഞങ്ങൾ ഇന്നലെ ഗിഫ്റ്റ് കൊടുത്തു ഗൈസ്. വീഡിയോ എല്ലാം ഇതിന്റെ കാര്യത്തിൽ എടുത്തു. എന്നിട്ട് ഗിഫ്റ്റ് കൊടുത്ത റൂമിൽ വന്നപ്പോ വീഡിയോ ഇല്ല ഗൈസ്. ഓണാക്കാൻ മറന്നുപോയിരിക്കുന്നു. കൊള്ളാം. അപ്പൊ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാവേ ഫ്രണ്ട്സ്. നമ്മൾ കയറുവാണ്. വായു എന്റെ ഗൈസ് അടിപൊളി. കൊള്ളാം. അപ്പൊ അപ്പുറത്തെ സൈഡത്തോടെ വ്യൂ ഒന്ന് നോക്കാവേ. ഈ സൈഡ് കുഴപ്പമില്ലാത്ത വ്യൂ. പിന്നെ എനിക്ക് ചെറിയ പേടിയുണ്ട്. വലിയ വിരാതൊക്കെ അടിച്ചതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വെള്ളത്തിൽ പോയാൽ നീന്തറിയാം. എന്നാലും ഒരു പേടി. കുഴപ്പമില്ല, നമുക്ക് ആകാം. കൊള്ളാം ഗൈസ്, നല്ല വ്യൂ ഉണ്ട്. ചേച്ചി കാടി തൂങ്ങി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് നേരെ നോക്കാം അടുത്ത പരിപാടി എന്താണ്. കൊള്ളാം. ഒരു വലിയ ബോട്ട് ഗൈസ്. ചേച്ചി ഫോൺ താഴെ പോലെ ഞാനാ. അപ്പൊ ഗൈസ് നമുക്ക് നോക്കാം. നല്ല വ്യൂ ഉണ്ട്. വ്യൂ ആണ് സെറ്റ് മോനെ. അപ്പൊ ഗൈസ് നമുക്കിന്ന് ഇറങ്ങിയിട്ട് കാണാം ഗൈസ്. ഞാനിന്ന് വീട്ടിൽ വിളിച്ച് കാണിക്കട്ടെ. ഗൈസ് ഒരു ഫ്ലൈറ്റ് പോന്നു. ഇവിടെ ഒരു എയർപോർട്ട് ഉണ്ട് ഗൈസ്. അതുകൊണ്ടാണ് എപ്പോഴും ഒരു ഫ്ലൈറ്റ് പോകുന്നത്. ഫ്രണ്ട്സ് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങുവാണ്. ഞാൻ മുമ്പേ കയറി വന്നപ്പോൾ ഒന്ന് വീഴാൻ തുടങ്ങി ഗൈസ്. നമ്മൾ എന്നിട്ട് റൂം വെക്കേറ്റ് ചെയ്യാനായിട്ടാണ് ഗൈസ് പടയിന്ന് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു ബാഗ് എടുത്തോണ്ട് ഇങ്ങോട്ട് വരുമെന്ന് ഇനി അറിയത്തില്ല. പക്ഷെ നമ്മൾ വരും എങ്ങോട്ടെങ്കിലുമൊക്കെ. ഞാൻ എണ്ണിക്കൊണ്ട് സ്റ്റെപ്പ് കയറിയാണ് ഗൈസ്. ഞാൻ വീഴാൻ തുടങ്ങിയപ്പോഴത്തേന് എൻ്റെ എണ്ണം തെറ്റിപ്പോയി. എത്രയായിരുന്നു മറന്നുപോയി. കുറച്ച് ഗ്ലാസ് ആണ്, കുറച്ച് അല്ലാത്ത കല്ലല്ലേ. ഓക്കെ ഗൈസ് ഫ്രണ്ട്സ്, ഒരു ബോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാട്ടോ. നമ്മൾ ഇനി വെക്കേറ്റ് ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ സമയം പോകും ഗൈസ്. അപ്പോൾ നമുക്ക് പോവാം. ഫ്ലൈറ്റ് അല്ല ഗൈസ്, എൻ്റെ വായിക്കത് ഫ്ലൈറ്റും ട്രെയിനും എന്നൊക്കെ വരുന്നുള്ളൂ. എന്നാ ഞാൻ നമുക്കപ്പോൾ കയറാം എന്തായാലും. നമ്മൾ പിന്നെ ബോട്ടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നമ്മൾ ഹോട്ടലിലോട്ട് പോകണം. കാര്യം ഏകദേശം ഇപ്പം 9:45 കഴിയുമ്പോൾ നമുക്ക് 10 മണി വെക്കേറ്റ് ചെയ്യണമായിട്ട് നമ്മൾ പോവാണ്. അപ്പം നമുക്ക് പോവാം. അപ്പം അവിടെ എത്തിയിട്ട് നമുക്ക് കാണാവേ. ഓക്കെ, ഇതാടുന്നുണ്ട് ഞാൻ എന്തെങ്കിലും പിടിച്ചു നോക്കട്ടെ. ശരി, ഓക്കെ. നല്ല വ്യൂ ഉണ്ട്, എനിക്ക് കാണിച്ചു തരാം. പക്ഷെ കാണാൻ മാത്രമൊന്നും കാണില്ല. കാര്യം ഞാൻ വന്നപ്പോൾ കാണിച്ച വ്യൂ തന്നെയാണ് തിരിച്ചു പോകുന്നത്. നമ്മൾ നടക്കുകയാണേ. അവിടെ എന്തൊരു പള്ളി പോലത്തെ എന്തൊരു സ്ഥലമുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ്. നമ്മൾ പോകുന്നു.
നല്ല വ്യൂ ഉണ്ട്. വളരെ ബോട്ട് നമ്മളൊക്കെ മേടിച്ചല്ലേ. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് അപ്പൊ റെയിൽവേ സ്റ്റേഷൻ പിന്നെ എത്തിയിട്ടുണ്ട്. എന്റെ ഭർത്താവിനെ കൊണ്ടല്ലേ മറ്റേ വള്ളം പോലത്തെ ഇല്ല മത്സരങ്ങൾക്കൊക്കെ ഉള്ള കൊള്ളാം. ഇതിന്റെ ഒരു ഫോട്ടോ എനിക്ക് കാണിച്ചു. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് കണ്ട വ്യൂ തന്നെ ആയതുകൊണ്ട് ഞാനിപ്പോ വെക്കുവാണ്. അപ്പൊ നമുക്കത് കഴിഞ്ഞിട്ട് കാണാം. ഏകദേശം വെള്ളത്തിന്റെ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് ചെറുതായിട്ട്. അപ്പൊ നമുക്ക് കാണാം. ഗൈസ് നമ്മൾ തിരിച്ചു പോകുന്നതിന്റെ തന്നെ വ്യൂ ആണ്. നമുക്ക് ഏകദേശം സമയം ഏകദേശം ആയി ഗൈസ്. നമുക്കപ്പം ഈ ബോട്ട് എങ്ങോട്ടാ പോകുന്നത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പൊ നമ്മൾ നോക്കുവാണ് എന്തായാലും. ഫ്രണ്ട്സ് നമ്മൾ ട്രെയിന് അല്ല എന്റെ വായിക്കകത്ത് ട്രെയിനിനെ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ബോട്ട് ഇറങ്ങിയിട്ട് പിന്നെ നടക്കണം. ഇപ്പൊ ഇവിടെ ഒരു ചെറിയ ബോട്ട് പോകുന്ന ഒരു സ്ഥലം കഴിച്ച് നല്ല രസമുണ്ട് കാണാൻ. അയ്യോ ഇതല്ലേ അല്ല ഉണ്ട് വെള്ളം. അവിടെ നല്ല സ്പീഡ് ബോട്ട് വരുന്നുണ്ട്. ഇനി ചേച്ചി എന്തേലൊക്കെ പറയും ഗൈസ്. ഫോൺ നോക്കിക്കൊണ്ട് സ്പീഡ് ബോട്ട് ഓടിക്കും ഒരു ചേട്ടൻ. അതാണ് ഇപ്പൊ ഇവിടെ വരും. ഗൈസ് പോയി ഗൈസ്. ചേട്ടൻ പോയി. ചേട്ടനൊരു അനുസരണമൊന്നുമില്ല. അപ്പൊ നമുക്കപ്പം പോവാം. പിന്നെ ട്രെയിൻ സ്റ്റോപ്പ് തെറ്റിയെന്ന് തോന്നുന്നു. അല്ല പിന്നെ ഡയറക്ഷൻ തെറ്റിയെന്ന് തോന്നുന്നു ഗൈസ്. 10 മിനിറ്റ് നമുക്ക് റൂം വെക്കേറ്റ് ചെയ്യണം. യെസ്, അല്ല നമ്മൾ എക്സ്ട്രാ ഫീസ് കൊടുക്കേണ്ടി വരും. ഗൈസ് ഒരു പള്ളിമണികൾ ഞാൻ ഉദ്ദേശിച്ച മണി നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ഗൈസ്? അത് കേട്ടേ ഗൈസ് എന്തോ പെട്രോളാന്ന് തോന്നുന്നു. അപ്പൊ ഫ്രണ്ട്സ് അമ്മയും ഡാഡിയും ചായ കുടിക്കാനൊക്കെ ഒന്ന് കയറി. അപ്പൊ നമ്മൾ റൂമിലോട്ട് പോവാണ്. കാര്യം നമുക്ക് ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് കമന്റ് ചെയ്യാതെ. അപ്പൊ നമ്മൾ റൂമിലോട്ട് പോകണം. ജസ്റ്റ് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി റെഡിയായി. പിന്നെ എന്നാ ഫുഡ് കഴിക്കണം. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഗൈസ് പോകുന്നത്. റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പോകുള്ളൂ. നല്ല രസം ഗൈസ്. വീട് നമുക്ക് ഇങ്ങോട്ടല്ലായിരുന്നു പോകണ്ടേ. ഇവിടെ എന്ത് ചെയ്യും? അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ കയറി. പിന്നുണ്ടായിരുന്നു. സ്പിന്ന് കൊടുത്തു. നമുക്ക് പിന്നെ റൂമിലോട്ട് പോവാവേ. അയ്യോ, റൂം വെക്കേറ്റ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മൾ വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞില്ല, അതിലും ആൾക്കാർ വന്നിട്ടുണ്ട്. നമുക്ക് കയറാവേ. അത് ടെക്സ്റ്റ് ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ നമ്മുടെ റൂമിൽ എത്തിയിരിക്കുന്നു ഗൈസ്. ഓക്കെ, ഇനി ജസ്റ്റ് നമുക്ക് ഇവിടെ ഞാൻ ജെല്ല് തുറന്നായിരുന്നോ? ജെല്ല് തുറന്നായിരുന്നു ഗൈസ്, മറന്നായി. നമുക്കെന്തായാലും ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇനി കുറച്ച് പരിപാടികളുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ബാഗിൽ പാക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ് ഒരു കഫേ ഉണ്ടാക്കി ഞാനിവിടെ ഉണ്ടാക്കി രാവിലെ വെച്ചായിരുന്നു. അതൊന്ന് ചൂടാക്കി കുടിക്കട്ടെ. കൊള്ളു, തണുത്ത് ഗൈസ്. നമുക്കൊന്ന് ചൂടാക്കാം ഗൈസ്. ഞാൻ രാവിലെ നല്ല കാപ്പി ഉണ്ടാക്കി കൊടുത്തു. അന്നേരം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ മടി എന്നാലും ഞാൻ റൂം കാണിച്ചു തന്നെ. നല്ല റൂമാണ്, അടിപൊളി.
ഞാൻ ഒന്ന് ചൂടാക്കോ കഫേ കെറ്റിലിനകത്ത് വെച്ച്. അല്ലാതെ നമുക്ക് ചൂടാക്കാൻ ഇവിടെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇവിടേക്ക് ഒന്ന് പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ട് നമുക്ക് കാണാം. ആ ഗൈസ് ഞാനൊരു സൂത്രം കാണിച്ചു തരാവേ. ഞങ്ങളുടെ റൂമിന്റെ പുറത്തത്തെ വ്യൂ ഉണ്ട്. വെള്ളം ജസ്റ്റ് ഒന്ന് കാണാം. അവിടെ പണി നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പാക്ക് ചെയ്ത്. അല്ല ഗൈസ്, ചുമ്മാ പറയുന്ന നമ്മൾ കുറച്ച് കഴിഞ്ഞത്തെ വീഡിയോ എഡിറ്റ് ചെയ്തുള്ളൂ. അപ്പൊ ഫ്രണ്ട്സ്, ഇതിന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണേ. ബൈ.